അല്ല, അത് SIT പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് തരത്തിലാണ് ഇത് വന്നിരിക്കുന്നതെന്ന് നോക്കേണ്ടതുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ മുൻപിലേക്ക് വരുമല്ലോ. SITയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും ഗവൺമെൻറ് എല്ലാവിധ പിന്തുണയും നൽകുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിപീഠത്തിൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിക്ക് അതിന് വിമർശിക്കാം, ഹൈക്കോടതിക്ക് പരിശോധിക്കാം, നല്ല അധികാരം ഹൈക്കോടതിക്ക് ഉണ്ടല്ലോ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണ സംഘം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാതും ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ മുൻപിലാണ് ഈ കേസ് ഡയറി മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്, ഗവൺമെൻറ്റിൻ്റെ മുൻപിലല്ല. അപ്പോൾ ഹൈക്കോടതിക്ക് അത് പരിശോധിക്കാം, ആവശ്യമായ നിർദ്ദേശം നൽകാം. അന്വേഷണ സംഘം അതിനനുസരിച്ചുള്ള തെളിവുകളുടെയും മറ്റു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അതിപ്പോൾ ED എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ. എല്ലാ ഘട്ടത്തിലും നമുക്ക് അറിയാവുന്നതാണ്. ED ഓരോ ഘട്ടത്തിലും വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കിഫ്ബിയുടെ നമ്മുടെ നാട്ടിലെ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി എന്നതിൻ്റെ പേരിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ലോകത്ത് തന്നെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ED നോട്ടീസ് അയക്കുന്നത്. അപ്പോൾ നാട് വികസിക്കുന്നതിന് പോലും ED നോട്ടീസ് അയക്കുന്ന ഒരു അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് കണക്കാക്കുന്നത്. അല്ല, അത് അത്തരത്തിലുള്ള രീതികൾ എപ്പോൾ വരുന്നോ ആ ഘട്ടത്തിലെല്ലാം ശക്തമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ലോക്കപ്പിനകത്ത് വരുന്ന കൊലപാതകമാണെങ്കിൽ അത് നേരത്തെ അതെല്ലാം പോലീസ് തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ മരണം സംഭവിച്ചാൽ അത് ഹൈക്കോടതി പോകണ്ട, ഗവൺമെൻറ് മുൻപിൽ വരണ്ട, നേരെ തന്നെ CBIക്ക് അന്വേഷണം വിടുക എന്ന രീതി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് സേനയ്ക്കകത്തും ചില തെറ്റായ പ്രവണതകൾ ഉണ്ടായെന്ന് വരാം. അത്തരം ഘട്ടങ്ങളിലെല്ലാം കർക്കശമായ നിലപാട് തന്നെ സർക്കാർ സ്വീകരിക്കും. ഇങ്ങനെ ആശ്വാസമാണോ തിരിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നരേറ്റീവ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി. അപ്പോൾ സുപ്രീം കോടതി തന്നെ അത് വളരെ മാതൃകാപരമാണെന്ന് പറഞ്ഞു. അതിനുശേഷം ആ വാർത്ത അധികം കണ്ടിരുന്നില്ല. ഗവർണർ നമ്മളൊരു ചർച്ചയ്ക്ക് പോയി, ചർച്ച കഴിഞ്ഞ് ഞാൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു ചർച്ചകൾ തുടരും. അതിനുശേഷമാണ് സുപ്രീം കോടതി മുൻപിൽ കേസ് വന്നു. വീണ്ടും ഗവർണർ മുഖ്യമന്ത്രിയെ ഈ കാര്യം ചർച്ച ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളില്ല ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി എങ്ങനെ അത് കൈകാര്യം ചെയ്യുമായിരുന്നു? അപ്പോൾ അത്തരം കാര്യങ്ങളെ പോലും എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പലരും അവതരിപ്പിക്കുമെന്ന് കാണണം. കറക്റ്റാണ്, അത് കറക്റ്റാണല്ലോ. ആ ഒത്തുതീർപ്പ് ഞങ്ങൾക്ക് ഗവർണറുടെ മുൻപിൽ, ഗവർണറിലെ ചാൻസലറുടെ മുൻപിൽ കൃത്യമായിട്ട് പറഞ്ഞു. ഒന്നുകിൽ ഈ കമ്മിറ്റി സുപ്രീം കോടതി മുൻ ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ശുപാർശ ചെയ്ത പേരുകളിൽ നമുക്ക് വിയോജിപ്പുള്ള പേരുകൾ ഒഴിവാക്കിക്കൊണ്ടോ വിയോജിപ്പുള്ള പേരുകൾ ഒന്നിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങളുടെ പൊസിഷൻ. ഞാനത് മീഡിയയോട് വിശദീകരിച്ചല്ലോ. ഒന്നുകിൽ രണ്ടുപേരും ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ രണ്ടുപേരും ഒഴിവാക്കി ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ ഒരാൾ ചാൻസലറുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു സമവായം വന്നു. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് സഹായകരമാണെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിന് പോലും നരേറ്റീവുകൾ നമ്മുടെ നാട്ടിൽ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. അതെ, അത് പ്രസക്തമാണല്ലോ. ആ ഘട്ടത്തിൽ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. ചർച്ച ചെയ്യുമ്പോൾ സിസയുടെ എന്തായിരുന്നു പ്രശ്നം? അതിനകത്ത് താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിക്കാൻ നിയമപ്രകാരം ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ പാടുള്ളൂ. അതാ നിയമം. ആ നിയമത്തിന് വിരുദ്ധമായി ഇവരെ നിയമിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഗവൺമെൻറ് കോടതിയിൽ പോയി, ആളുകൾ സമരത്തിലേക്ക് വന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഗവൺമെൻറ്റിൻ്റെ നിലപാട് അംഗീകരിച്ചു. അതിനെതിരെ ചാൻസലർ സുപ്രീം കോടതിയിൽ പോയി. അത് വളരെ സഹായകരമായി. അതുകൊണ്ട് നമുക്ക് സുപ്രീം കോടതിക്ക് ഇതിനകത്ത് ഇടപെടാനൊരു സന്ദർഭം കിട്ടി. സുപ്രീം കോടതി തന്നെ നേരിട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ കമ്മിറ്റി ഈ പേരുൾപ്പെടെയാണ് ഞങ്ങളുടെ മുൻപിലേക്ക് വന്നിട്ടുള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാൾ നേതൃത്വം നൽകുന്നൊരു കമ്മിറ്റി ചർച്ച ചെയ്ത് കൊണ്ടുവരുന്ന 4 പേരുകൾ, അതിൽ നിന്ന് മുഖ്യമന്ത്രി പ്രയോറിറ്റി നിശ്ചയിച്ചു കൊടുക്കുന്നു. ആ പ്രയോറിറ്റിക്കൊപ്പം ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് രേഖപ്പെടുത്താം.
അവരോട് ചാൻസലർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ചാൻസലർക്കും രേഖപ്പെടുത്താം. ഈ വിയോജിപ്പുകൾ 2 വശം വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. ചർച്ച ചെയ്തപ്പോൾ ഗവൺമെൻറ് എടുത്ത നിലപാട് ഒന്നുകിൽ വിയോജിപ്പുള്ളവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ വിയോജിപ്പുള്ളവരെ ഒരേപോലെ പരിഗണിക്കുക. അപ്പോൾ അതിലേക്ക് അന്ന് സമവായത്തിലെത്തിയില്ല. ചർച്ച വീണ്ടും തുടരാമെന്ന് പറഞ്ഞു. ചർച്ച തുടരാൻ ഇത്തവണ ഗവർണർ തന്നെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു, ചാൻസലർ പറഞ്ഞു, മുഖ്യമന്ത്രി ചർച്ച ചെയ്തു, സമവായത്തിലേക്ക് എത്തി. അത് വളരെ അഭിനന്ദനാർഹമാണെന്ന് ഉന്നത നീതിപീഠം വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് ആ ഘട്ടത്തിലെടുത്ത പൊസിഷൻ നിയമവിരുദ്ധമായ കാര്യത്തിനെതിരാണ്. അതിപ്പോഴും പ്രസക്തം തന്നെയാണ്. അത് വളരെ ഗൗരവമായ കാര്യമാണ്. SIR-നകത്ത് ഇപ്പോൾ നോക്കുമ്പോൾ പല ഘടകങ്ങളുണ്ട്. മരിച്ചവർ, പെർമനൻ്റായി മാറിയിട്ടുള്ള ആളുകൾ, അതുപോലെ കണ്ടെത്താൻ പറ്റാത്തവർ, മറ്റാളുകൾ എന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അത് കുറേ ആളുകൾ ഒഴിവാക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. നമ്മുടെ നാട്ടിൽ വോട്ടവകാശം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ആ കാര്യം ഗവൺമെൻറ് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ സുപ്രീം കോടതി വരെ അക്കാര്യത്തിൽ പോയിരുന്നു. രാഷ്ട്രീയ പാർട്ടികളും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഗൗരവമായി തന്നെ നമ്മൾ കാണണം. സൂക്ഷ്മമായൊരു പരിശോധനയ്ക്ക് തയ്യാറാകണം. വോട്ടവകാശമുള്ള നമ്മുടെ നാട്ടിൽ ഒരാളുടെ വോട്ടും നഷ്ടപ്പെടാൻ അനുവദിക്കാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, അതൊന്നും നമ്മുടെ മുൻപിലുള്ള പ്രശ്നമല്ല. അതൊന്നും ഗവൺമെൻറ് മുമ്പിൽ വരുന്ന പ്രശ്നമല്ല. ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നത്. ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഗവൺമെൻറ് ഭാഗത്തുനിന്നൊരു തരത്തിൽ ഇടപെടണം ആ ഭാഗത്തുണ്ടായിട്ടില്ല. ഇല്ലല്ലോ. ഓരോ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടില്ലല്ലോ. ഇതൊക്കെ നേരത്തെ അല്ലേ ഇതൊക്കെ വരേണ്ടത്? ഇപ്പോഴാണോ? തെരഞ്ഞെടുപ്പിന് മുമ്പോ? അല്ല